തിരക്കിലാണ് ഞാൻ പറയണത് കേൾക്കാണ്ടോ എനിക്കറിയില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് കോളേജിൽ പോവാണ് ഗൈസ്. കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലൈവിൽ വരുന്നവർക്കറിയാം. നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് സൺറൈസ് ഭംഗിയുടെ സീൻ കാണാണ്ടോ? ഇതിൽ കാണുമ്പോൾ ഭംഗിയില്ലേ? നല്ല രസമുണ്ട് ഗൈസ്. സമയം 6:45 ആവണേ ഉള്ളൂ. ഈ ട്രെയിനിൽ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഞങ്ങൾ ഡാറ്റ കളക്ഷൻ വേണ്ടിയിട്ട് ഞാനും സംഭവം നൂറയും സനയും കൂടി പോവാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും ജനപ്പോയിലേക്ക് മംഗലാപുരത്ത് പോവാണ് ഗൈസ്. ആഫ്റ്റർ ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞു. വെരി എക്സൈറ്റഡ്. കോളേജിൽ പോകാൻ തീരെ എക്സൈറ്റഡ് അല്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറേ വണ്ടി വരെ ഉണ്ട്. കാരണം നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകല്ലേ. കുറേ ഡോക്യുമെൻറ്റേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സർട്ടിഫിക്കേഷനൊക്കെ. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ മുടക്കുകൾ വരുമെന്ന് അറിയില്ല. അതിനൊരു ടെൻഷൻ ഉണ്ട്. ബട്ട് നമ്മൾ 4 ആളും കൂടി കൂടുന്നതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന കുറവ് സിനിമേഷല്ലേ. നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. ലൈവ് വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ എല്ലാവരും തിരിച്ചു വരാമെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് ട്രെയിനിലേക്ക് ഷൊർണൂരിലേക്ക് സപ്പ് വരും. നമ്മൾ വേറെ വഴി ഇവിടെ വരണേ. പിന്നെ നൂറ കോഴിക്കോട് നിന്ന് കയറും, സന തിരൂരിൽ നിന്ന് കയറും. 7:45 ഷൊർണൂരിൻ്റെ ട്രെയിൻ. എനിക്ക് 6:30 ഇവിടുത്തെ ട്രെയിൻ. ഇനി നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തും. അറിയില്ല, വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കണോ അറിയില്ല, എന്താ കാണിക്കണ്ടാവുക. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നേരെ ഫുള്ള് കോളേജിൽ പോകും. കുറച്ച് സ്ട്രെസ്സുള്ള പരിപാടിയാണ്. നമുക്ക് റിസർച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഡാറ്റ കളക്ഷന് വേണ്ടി പോവാണ്. അപ്പോൾ ഡാറ്റ ഉണ്ടാവണം, അത് വൃത്തിക്ക് കിട്ടണം. എൻ്റെ കുറച്ച് പണിയുണ്ട് എനിക്കൊക്കെ. എന്നാലും കോളേജിൽ പോകണ്ടോ. പിന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള വേറെ കാര്യം എന്താ അറിയോ? ഞാൻ പോയ ക്യാൻറ്റീനിലെ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്യാൻറ്റീനിലെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്, മീൽസൊക്കെ. അത് എക്സൈറ്റഡ് ആണ്. പിന്നെ മംഗലാപുരത്ത് ബണ്ണ് കഴിക്കണം. മൈ ഗോഡ്. ശരി ഗൈസ്, ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസേ, ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. കേൾക്കുമെന്നറിയില്ല. നൂറമ്പോൾ കട്ട്ലറ്റൊക്കെ കൊടുത്ത് തിന്നാൻ ഞങ്ങൾ കുറേ ഒരു 2-3 ആഴ്ചത്തെ കഥ പറയാണ് ഗൈസ്. എത്ര ആഴ്ചയായി? 1 മാസം ആവാറായില്ലേ? 1 മാസമൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇത്ര നേരം ഈ ട്രെയിന് ഭയങ്കര ക്വയറ്റായിരുന്നു. ട്രെയിനിൻ്റെ ശബ്ദം മാത്രം ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞു ഞങ്ങളേ. ഈ ട്രെയിൻ ഇത്രയും എന്ത് ശാന്തമായിരുന്നു. ഞങ്ങൾ നൂറും കൂടി കയറിയപ്പോൾ ഇവിടെ ശബ്ദം കൊണ്ട് നിൽക്കാൻ വയ്യ. അതെ ശരി, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യട്ടെ. ഞങ്ങൾ കട്ട്ലറ്റ് തിന്നിട്ട് വിശക്കുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ലാപ്ടോപ്പ് ബാഗ് അതിൻ്റെ അകത്തുണ്ട് ഗൈസ്. ഞങ്ങളെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിൻ്റെ ഉള്ളിലുണ്ട് എന്ത് ലാപ്ടോപ്പ് ബാഗിൻ്റെ ഉള്ളിൽ ലാപ്ടോപ്പ് വെച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ മംഗലാപുരം എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ വ്ളോഗ് എടുക്കട്ടോ. മംഗലാപുരം എത്തി ഗൈസ്. ഇതാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ. ഇത് കനലല്ലേ ബാഗൊന്നും. ഒരു ആവശ്യമില്ലാണ്ട് 2-3 ദിവസത്തേക്ക് ഞങ്ങൾ വന്നതാണ്. പക്ഷെ നടക്കാൻ വയ്യ, അമ്മാരി കനം. ഇന്നേ വരെ എത്ര 2 ദിവസത്തിലാണെങ്കിലും ബാംഗ്ലൂർ പോകണമെങ്കിലോ എങ്ങോട്ട് വരണമെങ്കിലും കനം കുറഞ്ഞൊരു ബാഗ് ആയിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാനും പറയുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല കാര്യം. പക്ഷെ എന്നാലും കനം. ഇവിടെ ഞങ്ങൾ അന്ന് വന്ന പോയമാരില്ല, ഡെവലപ്മെന്റ് ഒക്കെ വന്നു. പിന്നെ അങ്ങനെ തന്നെ ആണ് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ഥലം ഡെവലപ്പ് കണ്ട. റോഡൊക്കെ നല്ല ടാറിട്ട റോഡാക്കി. വെയില് പറഞ്ഞാൽ നട്ടപ്പുറ വെയിലാണ് ഗൈസ്. ഇവിടുന്ന് ബസ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അത്യാവശ്യം ദൂരമുണ്ട് ബസ്സിൽ പോകാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേ ഒന്നും സെറ്റാക്കിയിട്ടില്ല. ഞങ്ങളൊരു PG ജസ്റ്റ് പറഞ്ഞു. യെസ്, പോയാലറിയാം എന്താ അവസ്ഥ. ഫുഡ് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കണം. പക്ഷെ കട്ട്ലറ്റിനൂടെ കട്ട്ലറ്റ് തിന്നുകൊണ്ട് ഇപ്പോൾ വിശപ്പില്ല. ചെന്ന് റൂമിൽ കയറി ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി ആദ്യം ഒരു ക്യാമ്പസിൽ പോകണം നമ്മുടെ. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു കാര്യം സെറ്റാക്കിയിട്ട് അടുത്ത ക്യാമ്പസിൽ പോകണം. എന്തൊക്കെ പോകുന്നറിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ക്യാമ്പസ് കാണിച്ചത് കേട്ടോ കൈ. ഇത് ലാസ്റ്റ് പോരാൻ നേരം ആയപ്പോഴേക്കും ട്രെയിൻ മൊത്തം കാലിയായി. അപ്പോൾ കുറച്ച് നീണ്ടു പറഞ്ഞ് കടന്നു ഒരു 10 മിനിറ്റ്. ഞാൻ 10 മിനിറ്റ് ഉറക്കത്തിൽ പിടിച്ചു. ശരി, ബസ് കിട്ടുമോ നോക്കട്ടെ. കുറേ എല്ലാ ബസ്സും പോയില്ലല്ലോ. കണച്ചൂരല്ലേ? ശരി, പോട്ടെ. മംഗലാപുരം സെൻട്രലെത്തി ഗൈസ്. നടക്കാൻ പോലും വയ്യ. ഇനി ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ ഞങ്ങളൊരു അടി മുന്നോട്ട് വയ്ക്കില്ല. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ബസ് പോയി. ഞാൻ അടുത്ത ബസ് വെയിറ്റ് ചെയ്യണവരെ ഞങ്ങൾ എത്തി. ഞങ്ങളിതാ PG. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് ഗൈസ്.
ഞങ്ങൾ സ്റ്റോപ്പ് മാറി ഇറങ്ങി, വേറെ സ്റ്റോപ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം ഞങ്ങൾ വേറെ സ്റ്റോപ്പ് പോയി ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ബീച്ചിലെത്തി. ഇതാണ് ബീച്ച്, ഗോൾഡൻ ബീച്ചിലാണ് നിൽക്കണേ. റൂം ടൂർ 5:30. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ഉറപ്പൊക്കെ കഴിഞ്ഞു. കഴിച്ച് ഞങ്ങൾ PG എടുത്തതാ. ഞങ്ങളുടെ ബെഡ് 4 ബെഡുള്ളൊരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ തരുന്ന പക്ഷെ ഒന്നും കിട്ടിയില്ല. നല്ല ചൂടുണ്ട്, ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. അത് കഷ്ടപ്പെട്ട് ഉറക്കം ഉറങ്ങി, കുറച്ചൊക്കെ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. കുറച്ച് വർത്താനം പറഞ്ഞിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാം. മറ്റോടത്തെ മതി നമ്മൾക്കിപ്പോൾ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഇനിയിപ്പോൾ 3 നേരം പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ ബാംഗ്ലൂർ മാരില്ല, ഇവിടെ കടകളൊക്കെ വേഗം അടയ്ക്കും. അതുപോലെ കുറച്ച് ലേറ്റായി. നമ്മൾ അൽഫാം എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ വിചാരിച്ചു. ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. റൂമിൽ ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ബിക്കോസ് ഓഫ് ചൂട്. ഫാൻ ഇവിടെയാണ്, ബെഡ് വേറെ എവിടെയോ ആണ്. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാളിൽ പോയിട്ട്, ഇവിടെ നമ്മുടെ റൂമിൽ വേറൊരു ചേച്ചിയും കൂടി ഉണ്ട് ഷെയർ ചെയ്യാൻ. പക്ഷെ കുഴപ്പമില്ല, ഇപ്പത്തേരെ കൊണ്ട് ശല്യമൊന്നുമില്ല. ഞങ്ങളെ കൊണ്ട് അവർക്കാണ് ശല്യം, ഞങ്ങളെ ശബ്ദം കാരണം. ചൂട് കൂടിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഹോളിലേക്ക് പോയി മാറി കിടക്കാൻ ചാൻസ് തരാം. വന്നിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല നേരം, അത്രയും ചൂടായുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ട് സാധന. ഇഷ്ടപ്പെട്ടോ റൂമൊന്നും കുഴപ്പമില്ല, ചൂട് ഫാനല്ലേ ഇപ്പൊ ഇവിടെ ഒരു സീനല്ലേ, വൃത്തിക്ക് ഫാൻ കിട്ടുന്നുണ്ട്. ഈ ഒറ്റ ലെയറാണെങ്കിൽ പ്രശ്നം, ബമ്പട്ട കാര്യം മേലേക്ക് കിട്ടുന്നില്ല, താഴത്തേക്ക് കിട്ടുന്നില്ല. പിന്നെ ആലോചിച്ച് രണ്ട് കുറച്ച് നിങ്ങൾ വലിച്ചാൽ മതിയോ? വലിച്ചാൽ മേലെ സാധനല്ലേ. എല്ലാവരും റെഡിയായി വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാനാണ്. ഫുഡ് കിട്ടുമല്ലോ എന്ന് ആദ്യം അറിയണം. നമ്മുടെ എന്തൊക്കെയാണ് വിളിച്ചിട്ടൊന്നും എടുക്കാത്ത സ്ഥലത്തേക്കാട്ടോ. അപ്പൊ അറേബ്യ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. പോയൊക്കെ ഞങ്ങള് ഗ്യാസിന്റെ പ്രശ്നം ഇവിടെ നല്ലോണം ഉണ്ട്. ഇത്ര നോക്കാം, അൽഫാമായോണ്ട് ഗ്യാസ് ഇത്ര വേണ്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് പോവാം. എന്തായി സമയമൊക്കെ ആയി. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഇവിടെ ആണെങ്കിൽ കുർത്തയൊക്കെ ഞങ്ങളെല്ലാവരും നല്ല വേഷത്തിലൊക്കെയാണ് ഇറങ്ങിക്കുന്നത്. കാരണം ഞങ്ങളെ കോളേജിൽ ഡ്രസ് കോഡ് ഉണ്ട്, കുർത്ത മാറ്റേ പറ്റും. അതുകൊണ്ട് കുർത്ത ഇവിടെ ഹോളൊക്കെ ഉണ്ട് കേട്ടോ. വൈസ് കണ്ടോ, ഹോളുണ്ട്, അവിടെ കിച്ചൺ ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ഇവിടെ ബാൽക്കണി ഉണ്ട്, അപ്പുറത്ത് ബാൽക്കണി ഉണ്ട്, മുകളിൽ ടെറസ് ഉണ്ട്. സംഭവമൊക്കെ സെറ്റപ്പാണ്. ഫാനിന് കാറ്റില്ല എന്നൊരു പ്രശ്നം ഒഴികെ ബാക്കിയെല്ലാം സെറ്റപ്പാണ്. പിന്നെ ഞങ്ങൾ അൽഫാം തിന്നിട്ട് വരാം. ഉറമോള് തീരെ ഉറമോള് നാളെ വ്ളോഗിന്റെ ബാക്കി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നാളെ മൊത്തം നമുക്ക് പണിയാണ്. നോക്കിയേക്കാം. ഓക്കെ ശരി, അൽഫാമിട്ട് വരാം. ഇവിടെ PG പൂട്ടി കൈസ്, ലോക്കാക്കി. ഇത് ബാംഗ്ലൂരല്ല, നമ്മുടെ സ്വന്തം വീടല്ല ഇത്. നമ്മൾ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ്. ലോക്കിട്ട് നമ്മൾ ആ പറ്റിക്കാൻ നിൽക്കുന്ന സ്ഥലം വിദഗ്ധമായി അത് കണ്ടുപിടിക്കും. എടി പക്ഷെ കുഴപ്പമുണ്ടാവോ പോയാല്? ഓരങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല, അവർ ജസ്റ്റ് ഹബ്ബിലെ ചെക്ക ഇതെന്താണ് വീട് നടക്കണേ? കുറെ നേരമില്ല. സനിൻ ലൈറ്റ്. ഇതാണ് ഞങ്ങളുടെ ജലാൽബാഗിലെ റോഡ്. അതിൻ്റെ ഇപ്പം നടന്നത് അതൊന്നും ഊറാൻ പറ്റില്ല. നമ്മളിത് കൂടെ പണ്ടൊരു വ്ളോഗ് എടുത്ത് നടന്ന ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെ പോകുമ്പോൾ എക്സ്പോല് അത് കുഴപ്പമില്ല, അത് പോരെ, നമ്മളങ്ങനെ തന്നെ വരുന്നത്. ഇതാട്ടോ പൈസ, ഇതാണ് നമ്മുടെ സ്ഥലം. ഈ ബിൽഡിങ് കുറച്ച് പ്രീമിയം സെറ്റപ്പാണ് നമ്മൾ അല്ലേ. മാറിക്കാൻ സംഭവം പ്രീമിയം, പക്ഷെ കാറ്റും വെളിച്ചമില്ലെന്ന് മാത്രം. കുഴപ്പമില്ല. ഞങ്ങൾ തിരിച്ചെത്തി. ടോട്ടലി ഡിസപ്പോയിന്റഡ്. ഫുഡ് വളരെ നല്ല ഹോട്ടലില്ല, ഹോട്ടലില്ല, എല്ലാം അടത്തി. ഞങ്ങള് വല്ല അൽഫാമെന്നൊക്കെ ഞങ്ങള് പോയൊക്കെ ഇപ്പൊ ആകെ ഒരൊറ്റ കട ഉണ്ട്, ബാക്കി എല്ലാ ഹോട്ടലും അൽഫാം ഉണ്ട്. പക്ഷെ അൽഫാം റെഡി ആവാന് 3/4 മണിക്കൂർ എടുക്കും. അപ്പൊ അതിനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല. ഒരു പൊട്ട ഫ്രൈഡ് റൈസ് ആകെ. പിന്നെ നമുക്ക് ഓപ്ഷൻ ഫ്രൈഡ് റൈസ് വൃത്തിയും കുറവായിരുന്നു, പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് തിന്നു. വേറെ ഓപ്ഷൻ ഇല്ല. ഇനി നമുക്ക് ഇനി അങ്ങനത്തുള്ള ദിവസങ്ങളിലും വേറെ ഓപ്ഷൻ, ഇതാണ് നമുക്കുള്ള ഒരു ഓപ്ഷൻ. ഞാൻ ഇനി വരുന്നില്ല. കുടിക്കേണ്ടി വരും, പക്ഷെ എന്താ വെച്ചിട്ട് അത് രസമില്ല. കുഴപ്പമില്ല, ടേസ്റ്റ് ഇല്ലായാലും മനസ്സ് പിടിക്കുന്നില്ല. വൃത്തിയില്ലാത്ത കാരണം ഞങ്ങൾക്ക് പോയിട്ട് കുറച്ചേരം ലാപ്ടോപ്പിൽ പണി എഡിറ്റ് ചെയ്യാനൊക്കെ. ഗൈസ് ഒക്കെ കോളേജിൽ തിരിച്ചെത്തി. അതാണ് ഞങ്ങളുടെ കോളേജ്. അവിടെ എൻട്രൻസ്. നൊസ്റ്റാൾജിയ.
ബട്ട് ഒട്ടും മിസ് ചെയ്യണില്ല. നല്ല മെമ്മറീസ് ഒന്നുമില്ല, ഒക്കെ ട്രോമയില്ല. ഇപ്പം എല്ലാവരും ടെൻഷനിലാണ്. ഇനി പോയിട്ട് ഇവിടെ ചെറിയ ബ്ലോസ് ഉണ്ട് കൈസ് ഉണ്ടാവും. ഇവിടെ സ്കൂൾ ബസ് ഒരു 10 അല്ല കോളേജ് ബസ് ഒരു 10-50 ഉണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞ ലോട്ടസ് കഫേ. ഞങ്ങളവിടെ പോയിട്ട് ഇവിടുത്തെ ബണ്ണും ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി പോവാണ്. വാവ്, ഇത് വീഴണമൊക്കെ രസമുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബണ്ണ് ഫൈനലി കിട്ടി. ആദ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. ചെറുതായിട്ട് പേടിച്ചു. അപ്പുറത്തെ കടയിലുണ്ടായിരുന്നു. എക്സൈറ്റഡ് ആണ്. ഇത് എവിടെയെങ്കിലും വെക്കാൻ സ്ഥലം ഉണ്ടോ? നല്ല തണുപ്പുള്ള ബണ്ണ്. വലിപ്പം കുറച്ച് കൂടിയില്ലേ? പൈസ ഒരു 5 രൂപ കൂട്ടി, അതിനുള്ള വലിപ്പം കൂടി തോന്നും. പൊളി ആസ് യൂഷ്വൽ. എനിക്കിവിടെ ആകെ അങ്ങോട്ട് കൂടെ നോക്കുമ്പോൾ ട്രോമ. ഈ സ്റ്റെപ്പ് കൂടെ ഞങ്ങൾ ഓടി കളിച്ച് പോയിരുന്നു. ഒരു ഹാപ്പി മെമ്മറി പോലും ഇല്ലല്ലോ നമുക്ക്. കണ്ടോ ഈ സ്റ്റെപ്പ് കൂടെ ഒക്കെ നമ്മൾ പാഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ മാമിനെ കുറ്റം പറയാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് എല്ലാവരോടും ഇരുന്ന് കുറ്റം പറയും. അപ്പം അതൊക്കെയാണ് മൈൻഡിലേക്ക് വരുന്നത്. ഓ പൊളി. ഗൈസ്, ഇതിൻ്റെ ഉള്ളത് ക്രീമില്ലേ, സ്വർഗം. ഇത് ടേസ്റ്റ് അറിയോ? സാധാരണ നമ്മൾ പഠിച്ച കോളേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നൊസ്റ്റാൾജി, ഇങ്ങനെ കുറേ അങ്ങനത്തെ ഹാപ്പി മെമ്മറീസ് അല്ലേ. ഇവൻ രാമയ്യയിൽ പോകുമ്പോൾ പോലും അതുണ്ടാവലുണ്ട്. ഇവിടെ ഒന്നുമില്ല. രാമയ്യ പറഞ്ഞാൽ നമ്മൾ ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ആകെപ്പാടൊരു ടെൻഷൻ ഇതൊക്കെ തിന്നുമ്പോൾ. ഞങ്ങൾക്ക് അന്നത്തെ ടെൻഷൻ്റെ ഇടയിൽ ആകെ ഒരു സമാധാനം ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ ആ ബിൽഡിങ്ങിലാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ അവിടെ ഇരുന്നിട്ട് അന്നത്തെ ദിവസം നമുക്ക് കേട്ട ചീത്തനെ പറ്റിയൊക്കെ മാമിനെ കുറ്റം പറയും. അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മളെ സ്ട്രെസ്സ് ഔട്ട് കളഞ്ഞായിരുന്നു. അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ശരി, ഞങ്ങൾ പോയിട്ട് കഴിക്കട്ടെ, മാമിനെ കണ്ടേ. ഗൈസ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡാറ്റ കളക്ഷന് പോയി. ഇതിൽ ഞങ്ങൾക്ക് എനിക്ക് സപ്പൂനും നൂറയ്ക്കും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. സനയ്ക്ക് കുറേ ചേഞ്ചസ് ഉണ്ട്. ഞങ്ങൾ സൈനൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളോട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്ട്രെസ്. ഇതാണ് ഞങ്ങൾ മിസ് ചെയ്തിരുന്നത് ഞങ്ങളുടെ മീൽസ്. ചിക്കൻ കബാബ്. അതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. അവിടെ ഒടുക്കത്തെ തിരക്കാണ്. പപ്പടം അന്നും ഒന്നെ ഉണ്ടായിരുന്നല്ലോ. വെയിറ്റിംഗ് തിന്നട്ടെ. സ്റ്റിൽ കോളേജിൽ തന്നെയാണ് ഗൈസ്. പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ കോളേജിലെ ലൈബ്രറിയുടെ ഉള്ളിലിരിക്കണേ. 2ാമത്തെ ക്യാമ്പസിൽ കേട്ടോ. ഇങ്ങനെപ്പോൾ പിന്നെ സെറ്റപ്പിലൊട്ടും കുറവല്ല കണ്ടോ. സീനാണ് ലൈബ്രറി ഒക്കെ സീൻ. ഇവിടെ ഏസിലുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുക. സംഭവമാണെങ്കിൽ വീട്ടിൽ പോവാം. വീട്ടിൽ പോയി ചെയ്യാനുള്ള പണിയുള്ളൂ. ഇവിടെ ഇനി പ്രത്യേകിച്ച് ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ അവിടെ പോയി ചൂടുള്ളതുകൊണ്ട് പറ്റില്ല എന്നുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നം മാത്രമല്ല. ഇപ്പോൾ 2-3 വട്ടം ചീത്ത കേട്ട് ഓൾറെഡി. ഞങ്ങൾക്ക് പണ്ട് ചീത്ത കേട്ടായിരുന്നു. ഇപ്പോഴും ചീത്ത കേൾക്കുന്നുണ്ട്. ഇനി പക്ഷേ ചൂടത്ത് പോയിരിക്കേണ്ട വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. പിന്നെ നമ്മൾ മന്തിക്കടയിൽ വിളിച്ചു നോക്കി. മന്തിക്കട 10 മണി വരെ ഉണ്ട്. നമ്മൾ ഇന്ന് മന്തിക്കട പോകും. അടുത്ത വശമുണ്ടല്ലോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോറുണ്ട്. ആകെ ഞങ്ങൾക്ക് മീൽസ് നല്ല റാഹത്തായി കഴിച്ചു. പായസം കിട്ടി. ശരിയാ, പായസത്തിന് പകരം ഹലുവ വെച്ച്. പിന്നെ ബണ്ണ് നൈസ് തന്നെ. പക്ഷെ പണ്ടത്തെ ബണ്ണിന്റെ അടുത്തേക്ക് കുറച്ച് വലിപ്പം കൂടി കാരണം വേഗം തിന്ന് കഴിയും. ഫസ്റ്റ് ബൈറ്റിലൊന്നും തോന്നി. പക്ഷെ തിന്ന് കഴിഞ്ഞ് പകുതി ആയപ്പോൾ റിയലൈസ് ചെയ്തു പൈസയും കൂടി വലിപ്പം കൂടി. പൈസ കൂടുന്ന പ്രശ്നമില്ല. വലിപ്പം കൂടണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബണ്ണിന്റെ ഒക്കെ ഒരു കളർ തന്നെ മാറിയില്ലേ. ബണ്ണ് കുറച്ച് ഡാർക്കായി, കുറച്ചൊരു ലൈറ്റ് കളർ. എന്തൊക്കെ കുറ്റങ്ങളാണ്. പക്ഷെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ. കാരണം ഫസ്റ്റ് ബൈറ്റ് വാസ് ഓക്കെ. പിന്നെ പകുതിയൊക്കെ കഴിച്ചപ്പോഴാണ് പ്രശ്നം എന്ന് പറയാനൊന്നുമില്ല.
നമുക്കത് ഒരു പെർഫെക്റ്റ് സാധനമായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നപ്പോൾ ചെറിയൊരു വിഷമം. എന്നാലും കുഴപ്പമില്ല, വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുപോകും, എല്ലാവർക്കും വേണം. അത് ഞാൻ പണ്ട് ഇവിടേക്ക് ഓർഡർ ചെയ്ത പിൻകോഡായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ മന്തിക്കട പോകും. ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല, ഫുള്ളാണ് ഒരു പണി ഇതൊക്കെ വേണമെങ്കിൽ വീട്ടിൽ പോയി ചെയ്യും. പക്ഷെ ഞങ്ങളിവിടെ AC കൊണ്ടിട്ടിരിക്കാൻ നല്ല ചൂടാണ് അവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നല്ല ഉറങ്ങിയതൊക്കെ ടാസ്ക്കാണ്. ഇടയ്ക്ക് നീക്കും ഫുള്ള് കയർത്തിട്ട് കാറ്റ് കിട്ടണ്ട, പക്ഷെ ഒന്നും ആവണില്ല. സത്യം ഉറക്കുന്നൊരു. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ നല്ല ബാങ്ക് കൊടുക്കണമൊക്കെ ബാങ്ക് ഉറപ്പില്ല, കേട്ടില്ല. എക്സൈറ്റഡ് ഫോർ മന്തി. ബട്ട് ആ ഒരു പ്രാർത്ഥനയുള്ളൂ, ഹൈപ്പിനൊത്ത് ആവണം. റിവ്യൂ ചെയ്യുന്നതാണ്. റീലെടുത്തായിരുന്നു അല്ലേ? ശരി വയസ്സ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വേഗം പ്ലാനിങ് ഡെയിലി നടക്കുന്നത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വേഗം 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാവരും എഡിറ്റ് ചെയ്യാണ്. ശരി ഗായ്സ്, ഞങ്ങള് ഇക്കുണ്ട് പോക്കറ്റ്. ഞങ്ങളുടെ പഴയ റൂമിലേക്ക് വന്നിട്ടാണ്. കണ്ടോ, ഞങ്ങളുടെ പഴയ മേലെയായിരുന്നു ഞങ്ങളുടെ PG. എന്നിട്ട് ഞങ്ങള് ഇതിന്റെ ബാൽക്കണിയിലൊക്കെ ഇറങ്ങിയിരുന്നാറ്. ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് ഇവിടെ തന്നെ അപ്പൊ ഞങ്ങള് സന്ദീപണ്ണനെ കാണാൻ വന്നതാണ് ഗൈസ്. ഞങ്ങള് കാശോ ഇവിടെ ഗോൾഡൻ PG ഗൈസ്. ഞങ്ങള് സന്ദീപണ്ണനെ കാണാൻ വന്നതാണ്. ഞങ്ങളുടെ പഴയ സന്ദീപണ്ണനെ കാണാൻ വന്നിട്ട്. സന്ദീപണ്ണ ആയി പറയും. ഇവിടെ ആകെയുള്ള ഒരു കമ്പനി സന്ദീപണ്ണനായിരുന്നു ഞങ്ങളുടെ വാർഡൻ. മോട്ടറാക്കും വൈബ് മച്ചാനായിരുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ട് പറയുമ്പോ പോകുമ്പോഴൊക്കെ നല്ല സങ്കടം. അതെ, റീലിട്ടിരുന്നില്ലേ? ബ്ലോഗോ റീലിട്ടിരുന്നില്ല. സന്ദീപണ്ണൻ ഞങ്ങൾ ഉണ്ട് പറഞ്ഞപ്പോ നല്ല എക്സൈറ്റഡ്. സനയുടെ ഹിന്ദി നടക്കണേ കേട്ടോ. സന ഹിന്ദി. സന്ദീപണ്ണ വ്ളോഗ് യൂട്യൂബ് ചാനൽ ഉണ്ടേ. വ്ളോഗ് സബ്സ്ക്രൈബ് ಮಾಡಿದೀನಾ ಪೋಳಿ നമ്മളെ സബ്സ്ക്രൈബറാണ് സന്ദീപണ്ണൻ. കൊളന്തേക്ക് നിങ്ങെ യാക്കൂബ് ഞങ്ങളെ എൻട്രി ആക്കിയില്ല. വേണ്ട ഞങ്ങക്ക് കാണണ്ട. അത് മാനേജറാണ്, അയാളെ കാണണ്ട. അയാളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അയാൾ ചൊറ. ഞങ്ങൾ ഇവിടെ തന്നെ റൂം കിട്ടുമെന്ന് ചോദിച്ചു നോക്കി. പക്ഷെ അയാൾ പറഞ്ഞ് 3-4 ദിവസത്തിന് തരില്ല പറഞ്ഞു. ഞങ്ങളെ മാനസികമായി തളർത്തി. ഞങ്ങൾ ഇത്ര കാലം ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരായിരുന്നു. പക്ഷെ തന്നില്ല. ഞങ്ങൾക്ക് ഞാളെ കാണണ്ട. പക്ഷെ യാക്കൂബ് മാക്ബുക്കൊക്കെ ഇറക്കിട്ടോ സീന്. സന്ദീപണ്ണന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ ലിഫ്റ്റഡാ നൊസ്റ്റാൾജിക്. സന്ദീപണ്ണൻ പക്ഷെ ബിസിയാണ്. മോളാ റൂം പോയതാ. സന്ദീപണ്ണ മോള് പോട്ടെ വ്ളോഗ് എടുത്ത് തരാം. സന്ദീപണ്ണ ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ വരുന്നതില്ല. ഇതില് ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടല്ലോ. അവിടെ ഇങ്ങനെ കിടക്കും 2 സൈഡില് 3 സൈഡിലായിട്ട്. കാരണം നമ്മളെ തണുപ്പുണ്ട്. ഞങ്ങൾ വെയിലത്ത് വന്ന് ക്ഷീണിച്ചിട്ട് മോളില് ഒരു ഫ്ലോർ നമുക്ക് നടന്ന് കയറാനുണ്ട്. ഞങ്ങൾ ക്ഷീണിച്ചിട്ട് അവിടെ എത്തിയിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ നടന്ന് ഞങ്ങളെ പഴയ റൂം കാണിച്ചു കേട്ടോ. റൂം കാണാൻ പറ്റില്ല, നമ്മളെ ഒരു സ്ഥലം കാണിച്ചുതരാം. നമുക്ക് ബാംഗ്ലൂര് നമുക്ക് റൂം ടൂർ കാണിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാലും ശബ്ദം കണ്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഞങ്ങൾ നേരെ ഇങ്ങനെ കയറി. ഞങ്ങളൊരു സാധനം ഉണ്ടാവും കവറിൽ. ഞങ്ങളിങ്ങനെ കയറി ഇവിടെ വയ്ക്കും. ഞങ്ങളുടെ കിച്ചണിലൊന്നും ആരുമില്ല, ഉപയോഗിക്കണില്ല. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, കിച്ചണ്. ഞങ്ങൾ നേരെ കയറി. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഇതായിട്ട് ഞങ്ങളുടെ റൂംസ് കണ്ടോ. ഇത് നൂറയുടെ സാലി റൂം. ഇവിടെ ഐറിയും നൗറിയും. ഞാനും സപ്പും
ഇവിടെ ഒരു ബാൽക്കണി പോലെ കണ്ടോ, ബാൽക്കണി അല്ല, ജനലിൽ കൂടെ ചാടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലം, അവിടെ ഞാനും ഇവളും കൂടെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വലിയ പോകുന്ന ഇവിടെ മാത്രമേ ഞങ്ങൾക്ക് കുറച്ചൊരു സമാധാനം. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിലൊരു ഇവിടെ ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ഇവിടെ ആയിരുന്നു. അതൊക്കെ അത് സാറില്ല, മറ്റൊരു പോയി. അത് സാധന തിരിപ്പിടിക്കില്ല, നമ്മളല്ല കണ്ടോ ഗൈസ്. ഇവിടെ ഞങ്ങളുടെ ന്യൂ ഇയർ ഞങ്ങളിവിടെ ഇറങ്ങിയിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ആകെ ഞങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ്, ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്രഷൻ കാണിച്ചു. ഞാൻ പറഞ്ഞിരുന്നതൊക്കെ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് എല്ലാവരും അങ്ങോട്ട് കുറെ വർത്താനം പറഞ്ഞു. ജനതയിൽ ശരി. ഞങ്ങൾ ഈ സന്ദീപണ്ണൻ ആകെ ചേഞ്ചിങ്ങനെ ആയിരുന്നില്ല. സന്ദീപണ്ണൻ തടിച്ചു, സന്ദീപണ്ണൻ ഒരു ഗ്ലോപ്പ് വന്ന്. ശരി, ഞങ്ങൾ കോട്ടയ്ക്ക് വെയിലത്തിന് തിരിച്ച് നടന്നു പോകണം. പാവ സന്ദീപണ്ണൻ ഞങ്ങൾക്ക് ജ്യൂസ്, തണുത്താണോ ചൂടുള്ളാണോ വേണം, എന്താ കുടിക്കാൻ വേണ്ടെന്നൊക്കെ ചോദിച്ചു. 5 മിനിറ്റ് വെയിറ്റ് ഞാൻ വാങ്ങിത്തരാന്നൊക്കെ സ്നേഹം. സന്ദീപണ്ണനെ മാത്രം ഞങ്ങളോട് സൽക്കരിച്ചു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരാള് നമ്മളെ ഒരു വില വെക്കണത്. നമ്മളെ വേണ്ട പറഞ്ഞു. ഇപ്പൊ ഡ്രോപ്പ് ആക്കി തരണം എന്നൊക്കെ, ബൈക്കിൽ ഓരോരുത്തരായിട്ട് കൊണ്ടാന്നൊക്കെ. ഇതൊരു പാവം. അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇന്ന് കുറെ സാധനങ്ങൾ കഴിഞ്ഞു. നമ്മളെ ബണ്ണ് കഴിഞ്ഞു, സാലഡ് കോഫി കഴിഞ്ഞു, മീൽസ് കഴിഞ്ഞു, കബാബ് കഴിഞ്ഞു, ലൈം ടീ മേബിക്ക് വേണ്ടി വരും. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് മർഹബ് മന്തിയാണ്, അത് വേണം. സന്ദീപണ്ണനെ കണ്ടു. പിന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു ഇവിടെ, ഒരു താത്ത ഉണ്ടാക്കണേ. അത് വെച്ചാൽ ആ താത്ത ഇല്ല തോന്നെ. ഇതൊരു ഒടുക്കത്തെ കയറ്റാണ് കഴിച്ചത്. ഞങ്ങൾ എന്നും കയറിയായിരുന്നു. ഈ കയറ്റത്തിനാണ് സപ്പു മുട്ടും കുത്തിന് വീണത്. പുതിയ പാന്റ് കീറി. അതെ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ മന്തി. നോക്കട്ടോ, വി കെയിം ഫോർ ദിസ്. ബസ് ബില്ലേ ഇയാളെന്താ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നത്. ഇവിടെ കണ്ടോ കർട്ടനൊക്കെ ഉണ്ട്, ഫുൾ സെറ്റപ്പാണ്. അന്നത്തെ ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. അല്ല ചിക്കൻ മന്തി വേറെന്നാണ് പൈസ. ഞങ്ങളെ മസ്ബി കാണല്ല മെനുവില്. എവിടെ കിധർ ഇവരൊക്കെ പാകിസ്ഥാനീസ് ആണല്ലേ, നല്ല ഭംഗിയുള്ള വെയിറ്റേഴ്സ്. അല്ല ഇവിടെ മന്തി വന്നു. ഇതാണ് നമ്മളുടെ സെറ്റ് മന്തി. ഈ തിന്ന് നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കാം. ആ സൂപ്പില്ലട്ടോ. ഞാൻ പറയട്ടെ, റൈസ് വ്യത്യാസമുണ്ട് കണ്ടിട്ട്, പക്ഷെ കുഴപ്പമില്ല. വിഷമല്ല. മന്തിയൊക്കെ തിന്ന് ഞങ്ങൾ തിരിച്ചെത്തി. മന്തിയൊക്കെ സൂപ്പറായിരുന്നു. ചോദിച്ചത് ഞങ്ങൾ 2 കിണ്ണം മന്തി തിന്ന്. അന്നത്തെ മന്തി എല്ലാ സംഭവം മസ്ബി ആയിരുന്നു നമ്മൾ തിന്നത്. പക്ഷെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു മസാല ഇല്ല പറഞ്ഞു. പക്ഷെ എന്നാലും നല്ല റാഹത്തായി. അതിന്റെ മസാല ഒരു എക്സ്ട്രാ തന്ന് സംഭവം ഷറിനിക്കുക. ഞങ്ങൾ ബസ്സിൽ ഇപ്പൊ തിരിച്ചെത്തി. ബസ് കുറച്ചേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അവിടെ അങ്ങനെ ചൂടെടുക്കൽ ഇതിലിരിക്കുമ്പോ എന്ത് സുഖമായിരുന്നു. ഞങ്ങളവിടെ കുറ്റം പറഞ്ഞ് നിന്നോണ്ട് കുഴപ്പമില്ല. വേഗം എത്തിയില്ലേ, ബസ്സിലും വേഗം എത്തി. നാളെ കാണാം. ആട് വന്നിട്ട് ഞങ്ങളെ റൂമിന്റെ മുന്നിൽ
ആ പോയി ഗായ്സ്, പോയി മേലെ ഇങ്ങനെ ഈ സാധനമുള്ളത് ഉപ്പായിരിക്കൂല. അതാ പോണ കറുപ്പ് സാധനമുള്ളത്. ഗായ്സ്. നമസ്കാരമുണ്ട്. ഇന്നത്തെ ദിവസം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞങ്ങൾ അത്രയും ഒരു ഹെക്റ്റിക് ഡേ ആയിരുന്നു. എനിക്കൊന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവിധ തടസ്സങ്ങളും ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാവിലെ തൊട്ട് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കോളേജ് അടച്ച് നീച്ച് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങളിന്ന് നീച്ച് വന്നത്. കുഞ്ഞി പറയണേ, ഞാൻ നൂറമോളെ ഫോണിൽ ഫ്ലാഷ് ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കണം. ഞങ്ങളോട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇറങ്ങിയത്. ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ഇരുട്ടത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ആരൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയായില്ല. ഇന്ന് സൈനൊന്നും കിട്ടില്ല. നാളെ ഇനി ആദ്യം മുതൽ ഒക്കെ പോകണം. അപ്പം നമുക്ക് വിചാരിച്ച പോലെ പോകാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച മാതിരി 2 ദിവസം കൊണ്ട് നടക്കില്ല. കുഴപ്പമില്ല. ഇപ്പം നമ്മളെന്തെങ്കിലും വിഷമം തീർക്കാൻ വേണ്ടി പുറത്തു പോവാണ്. ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്. നമ്മൾ അന്നുണ്ടായിരുന്നപ്പോൾ ഇല്ലാത്തൊരു കഫേ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ടാവും ഗൈസ്. ഇല്ലല്ല, 11 മണി വരെ ഉണ്ട് എന്നാണ് ഗൂഗിളിൽ കാണിക്കണേ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാൻ പോവാണ്. നമ്മളെല്ലാവരും അത്യാവശ്യം ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ടാണ് പോകണത്. പക്ഷെ ഡ്രസ്സിനൊന്നും അധികം ഓപ്ഷൻസ് ഇല്ല, കാരണം കുറച്ച് ഡ്രസ്സും കൊണ്ടാണ് വന്നത്. കുർത്തയൊക്കെയാണ് അധികം. അതെ, നൂറയ്ക്ക് നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു തട്ടിക്കൂട്ടാണ്. അപ്പോൾ നമ്മളെ കോളേജിൽ നല്ല രസമുണ്ട് ഗൈസ്. കുർത്ത മാത്രമേ പറ്റുള്ളൂ കോളേജിലേക്ക് ഇടാൻ. അപ്പോൾ അതുകൊണ്ട് അധികം നമ്മൾ കുർത്തയെ കുറഞ്ഞിരിക്കുന്നത്. ഇനി ആൾക്കാർ നോക്കുന്നുണ്ട്. ശരി, നമ്മൾ കഫേ എത്തിയിട്ട് കാണാം. ഓക്കെ, ഫുഡ് കഴിക്കാൻ പോട്ടെ. ആക്ച്വലി ഇതിൻ്റെ പിറ്റേ ദിവസം നൂറമ്മോടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ചെയ്യാനാണ് പോണത്. ഞങ്ങൾക്ക് 12 മണിയാകുമ്പോൾ അവിടെ നിന്ന് കേക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ 11 മണിക്ക് തന്നെ മുറിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പറഞ്ഞ ഈസ്തറ്റിക് കഫേ നല്ലുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. നല്ല കണ്ണടി അഡ്വാൻസ്ഡ് ആണ്. കൺമശി കരഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് കരഞ്ഞിട്ടാ കാര്യം. ഒന്ന് ബേക്കാ നൂറ, കൺമശി കയ്യിലില്ല, ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. ഇതാണ് ഞങ്ങൾ ആക്ച്വലി അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഈ ഷോപ്പ് 11 മണി വരെ ഉള്ളൂ. അതാണ് പ്രശ്നം. ദിസ് ഈസ് ദ സെറ്റപ്പ്. നാളെ ആണ്, പക്ഷേ 11 മണി വരെ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കുറച്ച് ഈസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കാം. നമ്മള് എസ്തെറ്റിക് കാൻഡിൽസ് ഉണ്ടാവും. കുത്തട്ടെ. Happy birthday to you, happy birthday to you, happy birthday dear Noora. മോൾ സ്വന്തം കഴിച്ചോ? Happy birthday to you. Damion grrr. Okay. Hola. This is tiramisu cake, guys. അപ്പോ ഞങ്ങൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. വീട്ടിൽ എത്തിയിട്ടുണ്ട്. നൂറ ഹാപ്പി അല്ലേ? നൂറ എന്താ പറയാനുള്ളത്? നൂറ പറയാനുള്ള എന്താ? നൂറ അഡ്വാൻസ്ഡ് സർപ്രൈസ് ആയിട്ട് പോയി. ശരി, മുമ്പെത്തി. നാളെ വീണ്ടും നമുക്ക് സമാധാനക്കേട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. നാളെ തൊട്ട് സമാധാനമില്ല. ശരി, പോട്ടെ ഗായ്സ്. അപ്പൊ നൂറമോളുടെ ബർത്ത്ഡേ ഇപ്പോഴാണ് ആക്ച്വലായിട്ട് ആയത്. സർപ്രൈസ് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു. എന്നാലും മാപ്പിള തന്നെ പറഞ്ഞു. അതെ, മാപ്പിള സർപ്രൈസ്. അതിങ്ങനെ തുറക്ക്. അത് എടുക്കാം, വിഷയമില്ല. പൊട്ടിച്ച ഞങ്ങളെ പൈസ പൊട്ടും. അഹദ് കാക്കാന്റെ വാച്ച് ഇതാണ്.
ഇത് ഞങ്ങൾ കാക്കാൻ ശരി നേരെ തൂക്കി വിട്ടോ. ഞങ്ങളുടെ കോളേജില്, ഞങ്ങളുടെ കോളേജൊന്നല്ല, ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ല, പുതിയതായിട്ട് വെൻഡിങ് മെഷീൻ വന്നു. അതൊക്കെ നടക്കും. ഞങ്ങളുടെ കോളേജില് ആലിബ് റനി വന്നിക്ക ഇവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. ഒരു പ്രൊമോഷന്റെ ഭാഗമായി വന്നപ്പോൾ കാണാൻ വന്നിട്ട് വെറുതെ വെൻഡിങ് മെഷീന്റെ മുന്നില് തീരെ പൊതുവേ ആയിട്ടില്ല. ഉറങ്ങണില്ല വരെ എണീപ്പിച്ചു. സേന ഇതാണ് ബർത്ത്ഡേ ഗേളിന്റെ ബർത്ത്ഡേ ഡ്രസ്. ആ കുടിക്കട്ടെ. തണുപ്പില്ലല്ലോ. അതിന്റെ കൈ കൊടുക്കണേ. അങ്ങനെ ഫൈനലി മഴ പെയ്തു. നല്ല ചൂടിനിടയിൽ മഴ പെയ്തത്. നല്ല വെറും മഴയല്ല, ഇടിവെട്ട് മഴ. ഞങ്ങള് കോളേജിൽ നിന്ന് വന്നിട്ട് ചൂടെടുത്താണ് കളക്കിയത്. പെട്ടെന്നാണ് ഒരു ഇടി ശബ്ദം. അപ്പൊ നോക്കിയപ്പോ മഴക്കാറും ഞങ്ങള് മഴ കൊള്ളുമായിരുന്നു മോളിൽ പോയി ടെറസില്. പക്ഷെ ഞങ്ങൾക്ക് ഡ്രസ്സില്ല, വേറെ തിരുമ്പാട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മഴ കൊള്ളില്ല. പിന്നെ നല്ല ഇടി ഉണ്ട്. അപ്പൊ പാട്ടൊക്കെ വെച്ച് സോ ഞങ്ങൾ ഇവിടെ പിസ്സ ഹോട്ടലിൽ വെയിറ്റിംഗ് ആണ്, കാണാൻ വേണ്ടി ആണ്. അറൈവിംഗ് ഇൻ 6 minutes. 5 minutes നമുക്ക് പിസ്സ കിട്ടും. പാട്ടൊക്കെ വെച്ച് നമ്മൾ വൈബാക്കി ഇരിക്കണം. നമ്മുടെ ഫേവറേറ്റ് സോങ് വെച്ച് വെയിറ്റിംഗ് ഫോർ പിസ്സ. നമ്മളെ ചേട്ടൻ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പാവൊരു മനുഷ്യൻ ഗായ്സ്, കോട്ട് പോലും ഇടാണ്ട് പോയിക്കണ അയാള്. ഇപ്പൊ നമ്മുടെ സെന കാറിന് തെങ്ങൊക്കെ ഒടുക്കത്തെ മഴ ഇവിടെ ഫുള്ള്. സെന ലിഫ്റ്റ് വർക്കില്ല, കറണ്ട് പോയത്. സെന കറണ്ട് വാങ്ങാൻ കൊടുത്തത്. ഗൈസ്, ഞങ്ങള് മംഗലാപുരത്തെ സ്പെഷ്യൽ പബ്ബാസിൽ ഐസ്ക്രീം കഴിക്കാൻ വന്നതാട്ടോ. സാധനം വന്നിട്ടുണ്ട്, ചിറാമിസോ. ഇത് 2 മണി ഇവിടെ വെച്ചോട്ടല്ലേ, നമുക്ക് പ്രശ്നമില്ല. നോക്ക് ഗൈസ്, ഇതാണ് നൂറമോളുടെയും സനയുടെയും കോളേജ് ഫ്രണ്ട് വൈൻ. ഞങ്ങൾ വൈനെ കൂട്ടി ഞങ്ങൾ പപ്പാസ് ഐസ്ക്രീം തിന്നാൻ വന്നത്. ഞങ്ങൾ തിന്നട്ടെ ഗൈസ്. എന്തൊക്കെയോ സംഭവിച്ചു. ഫൈനലി വി ആർ ഗോയിങ്. പക്ഷേ ഞാനും സനയും മാത്രമേ ഉള്ളൂ. സപ്പൂൻ്റെയും നൂറയുടെയും കുറച്ചുകൂടി കാര്യങ്ങൾ ശരിയാവാണ്ട്. അപ്പോൾ ഒരു അവിടെ തന്നെ ഉണ്ട്. 2 ദിവസമായിട്ടൊന്നും എടുക്കാനും ഇതില്ല. എന്തൊക്കെയോ അതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ കോളേജിലേക്ക് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും കേൾക്കാണ്ട് അറിയില്ല കേട്ടോ. എന്തായാലും ഏകദേശം എന്തൊക്കെയൊക്കെ ആയി. ഞങ്ങൾ തിരിച്ചു പോകണം. പെട്ടെന്ന് കഴിഞ്ഞു കണ്ടപ്പോൾ വേഗം ടിക്കറ്റ് എടുത്തു. അവർ ഇനിയും കഴിഞ്ഞിട്ടില്ല. അവർ അത്യാവശ്യം ടൈം എടുക്കും ഇനി. പിന്നെ ഇന്ന് രാത്രി മറ്റേ വെടിക്കെട്ടില്ലേ കാവശ്ശേരി, അപ്പോൾ അതുള്ളത് കൊണ്ട് അതിന് പോകണം ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കാം. അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്നാണ് എനിക്കറിയില്ല. ഇന്നലെ പറഞ്ഞപ്പോഴാണ് അറിയണത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോകുന്നു. അവരെ വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെത്താൻ പറ്റില്ല. നൂറമോളെ ഒന്നും ഇപ്പോൾ കണ്ടില്ല ലാസ്റ്റ് ആയിട്ട് അവിടുന്ന്. സാറില്ല, നമ്മളിനി വൈകാണ്ട് കാണും. ഓക്കെ ശരി. അപ്പോൾ മംഗലാപുരം വ്ളോഗ് ഈസ് എൻഡിങ് ഹിയർ ഗൈസ്. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ 7 days ആയിരുന്നു. 7th day ആട്ടോ നമ്മൾ വന്നതിന് ശേഷം. സ്ട്രെസ്ഫുൾ 7 days കഴിഞ്ഞു. പക്ഷെ നമ്മൾ മലയാളി ഒപ്പം ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായി. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സ്ട്രെസ് കളയാൻ വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെട്ട് എന്തൊക്കെയൊക്കെ ചെയ്തു. എന്നാലും ശരി ഗൈസ്, ബൈ.